നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മാറി, പക്ഷേ റിസൾട്ടിൽ മാറ്റമൊന്നുമില്ല. ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പൊട്ടിയിരിക്കുന്നു. സ്പോർട്ടിംഗ് ഡൽഹിയുടെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് ഒരു ഗോളടിച്ചത് ഐമനാണ്, പിന്നെ ഒരു ഗോൾ ബബോവിച്ച് നേടി. ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം ഐബന് റെഡ് കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് യോക്കും അതുപോലെ കിൻഡീറോയും ഒക്കെ ആദ്യ 11 ഇറങ്ങിയിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് വലയിലേക്ക് പന്തെത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, എതിരാളികൾ 36ാമത്തെ മിനിറ്റിൽ തന്നെ ഐബനിലൂടെ ലീഡ് എടുക്കുകയും ചെയ്തിരുന്നു. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. കളി പുരോഗമിക്കവേ അവരുടെ കോച്ച് തോമസിന് 2 യെല്ലോ കിട്ടി റെഡ് കാർഡ് ആവുന്ന സ്ഥിതി ഉണ്ടായി. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് ഐബന് റെഡ് കാർഡ് ലഭിച്ചു. ഒടുവിൽ കളിയുടെ അവസാനത്തിൽ ബബോവിച്ച് കൂടി ഗോൾ അടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ മികച്ച വിജയം തന്നെ അവർ സ്വന്തമാക്കി. ഇതോടുകൂടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ ഏതാണ്ട് പ്രതീക്ഷകളൊക്കെ തീർന്ന് അവസാനിച്ചിരിക്കുകയാണ്. 7 കളികൾ കഴിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു സമനില 6 തോൽവി, ഒരേ ഒരു പോയിൻ്റാണ്. 13ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സിൽ. അതേസമയം സ്പോർട്ടിംഗ് ഡൽഹി അവരുടെ ഈ സീസണിലെ ആദ്യ വിജയമാണ് ഇവിടെ സ്വന്തമാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.